ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു എജ്യൂപോഡ്. നോക്കൂ, ഓണം എക്സാമിന് വേണ്ടി തീവ്രമായി പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും നിങ്ങൾ. എങ്കിൽ നിങ്ങൾ നിർബന്ധമായും നോട്ട് ചെയ്ത് പോകേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഷേപ്പ് ഓഫ് ഓർബിറ്റൽസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് എസ് ഒരു ഓർബിറ്റലാണ്. പി ഉണ്ട്, ഡി ഉണ്ട്, എഫ് ഉണ്ട്. എന്താടാ എസിൻ്റെ ഷേപ്പ്? എസിൻ്റെ ഷേപ്പ് സ്ഫെറിക്കലാണ് എന്ന് നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. പി എന്താണ്? പീൻ്റെ ഷേപ്പ് ഡംബൽ ഷേപ്പാണ് അല്ലേ? ഡംബൽ ഷേപ്പാണ്. ഡീൻ്റെ ഷേപ്പ് എന്താടാ? അത് ഡബിൾ ഡംബൽ ഷേപ്പാണ്. എഫിൻ്റെ ഷേപ്പ് എന്താ? അത് ട്രിപ്പിൾ ഡംബൽ ഷേപ്പാണ്. ഈ ഷേപ്പ് അറിയാം. ഇതിൽ എസിൻ്റെയും പീൻ്റെയും ഡീൻ്റെയും ഷേപ്പ് NCERT-യിൽ കൊടുത്തിട്ടുണ്ട്. എഫ് നമുക്ക് വരയ്ക്കാനൊന്നും പഠിക്കാനില്ല. പക്ഷേ എക്സാമിന് എപ്പോഴും ചോദിക്കാറുള്ളത് ഒന്നെങ്കിൽ എസിൻ്റെ ഷേപ്പാണ്, അല്ലെങ്കിൽ ആരുടെ ഷേപ്പാണ്? പീൻ്റെ ഷേപ്പാണ്. അത് രണ്ടും നല്ല നീറ്റായിട്ട് മക്കൾ വരച്ച് പ്രാക്ടീസ് ചെയ്തു പോകണം. എങ്കിൽ എക്സാമിന് നിങ്ങൾക്കത് വരയ്ക്കാൻ കഴിയുന്നുള്ളതാ. നോക്കുവേടാ, എസിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ്. ഇത് 3 S ആണ്. ഇത് കണ്ട് നിങ്ങൾ ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളോട് ജസ്റ്റ് എസ് ആണ് ചോദിക്കുന്നതെന്ന് വിചാരിക്കുക. എസ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ 1S എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? 1S എങ്ങനെ വരയ്ക്കാമെന്നറിയോ? ആദ്യം തന്നെ ഒരു വട്ടം വരയ്ക്കാം. ഓക്കെ, എന്നിട്ട് അതൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഇതാ മക്കളെ 1S. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ആക്സിസ് എക്സും വൈയും സെഡും വരക്കാം. അത് വരച്ചിട്ടില്ലെങ്കിലും എസിൻ്റെ കേസിൽ പ്രശ്നമുള്ള കാര്യമല്ല, കാരണം അത് സ്ഫെറിക്കലാണല്ലോ. ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ 3 ലൈൻ XYZ എന്ന് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇതാണ് ആര്? 1S. ഇനി നിങ്ങളോട് എസ് ആ ചോദിക്കുന്നത്. 1, 2 എന്നൊന്നും പറയുന്നില്ല, ജസ്റ്റ് എസ് എന്ന് പറയാണ്. അപ്പോഴും ഒരു വട്ടം വരച്ച് ഷെയ്ഡ് ചെയ്താൽ മതി. വെരി സിമ്പിൾ. എത്ര സിമ്പിളാന്ന് നോക്കടാ. ഇനി നിങ്ങൾ നോക്ക്, 2S ആണ് ചോദിക്കുന്നതെങ്കിലോ? 2S ചോദിക്കുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾ 1S വരക്കണം. എന്താ 1S? 1S എന്ന് പറഞ്ഞാൽ സ്ഫെറിക്കലാണ്. നിങ്ങളൊരു ബോൾ പോലെ സങ്കല്പിച്ചാൽ മതി. ഇനി എന്താ ചെയ്യേണ്ട അറിയോ? അതിൻ്റെ പുറത്ത് മറ്റൊരു സ്ഫിയറും കൂടെ വരക്കണം. ഒരു ചെറിയ ക്രിക്കറ്റ് ബോളിൻ്റെ പുറത്ത് ഒരു ഫുട്ബോൾ, അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പം നോക്കടാ, ഇതൊരു ബോളാണ്, ഇതൊരു സ്ഫിയറാണ്. അതിന് പുറത്ത് അടുത്ത സ്ഫിയർ വരക്കുന്നത് ശ്രദ്ധിക്ക്. ഇങ്ങനെയാണ്. ഇത് ഞാൻ ഷെയ്ഡ് ചെയ്തതാട്ടോ. നിങ്ങൾ പെൻസിൽ എടുത്ത് എന്ത് ചെയ്യുക? ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്താൽ മതി. സർ, ഈ 2 സ്ഫിയറുകൾക്കിടയിൽ ഒരു ഗ്യാപ്പ് ഞങ്ങൾ കാണുന്നുണ്ടല്ലോ. ഉണ്ട്. അത് മനഃപൂർവ്വം വരച്ചതാണ്. ആ ഗ്യാപ്പിനെയാണ് നമ്മൾ നോഡ് എന്ന് വിളിക്കുക. അപ്പോൾ 1S ആണെങ്കിൽ ജസ്റ്റ് ഒരു ബോൾ വരച്ചാൽ മതി. 2S ആണെങ്കിൽ 2 ബോൾ. ആ 2 ബോൾസിനിടയിൽ ഒരു ഗ്യാപ്പ് വേണം. ആ ഗ്യാപ്പിൻ്റെ പേരാണ് എന്ത്? നോഡ്. ഉറപ്പിച്ച് പറയാൻ കഴിയും. എസിൻ്റെ ഷേപ്പാണോ മക്കളോട് എക്സാമിന് ചോദിക്കുന്നത്, അതൊന്നെങ്കിൽ 1S അല്ലെങ്കിൽ 2S ആയിരിക്കും. അല്ലെങ്കിൽ 1, 2 എന്നൊന്നും പറയില്ല, ജസ്റ്റ് എസ് എന്ന് പറയും. അപ്പോൾ ഒരു വട്ടം വരച്ച് ഷെയ്ഡ് ചെയ്യുക. ആർക്കാടാ പറ്റാത്തത്? നിങ്ങൾക്ക് പറ്റില്ലേ? നിങ്ങൾക്ക് പറ്റില്ലേ മക്കളെ? സിമ്പിൾ അല്ലേ ഇത്? കൺഫ്യൂഷൻ ഉണ്ടോ? ഒരു കൺഫ്യൂഷനും ഇവിടെ ആവശ്യമില്ല. വെരി വെരി സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ 1S പഠിച്ചു, 2S പഠിച്ചു. ഇനി നമ്മൾ പഠിക്കുന്നത് പി ഓർബിറ്റലിൻ്റെ ഷേപ്പാണ്. ഞാൻ പറഞ്ഞു, ഓണം എക്സാമിന് നിങ്ങളോട് ഷേപ്പ് ചോദിക്കുന്നുണ്ടെങ്കിൽ SOPA ചോദിക്കൂ, ഡി ചോദിക്കില്ല. ഉറപ്പാണ്, നിങ്ങൾ എന്നെ വിശ്വസിക്കൂ. ഇതാണ് പീൻ്റെ ഷേപ്പ്. PX, PY, PZ. ഓക്കെ, 2PX, 2PY, 2PZ. ഓക്കെ ആണല്ലോ. നോക്കൂ നിങ്ങൾ, ഇത് ഡംബലാണ്. ഞാൻ വരച്ച് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല, എന്നാലും അതിൻ്റെ ആ ലോജിക്ക് പറഞ്ഞുതരാം. നോക്കടാ, നിങ്ങൾ എന്ത് ചെയ്യുക? ഈ 3 ആക്സിസ് അങ്ങ് വരച്ചു നോക്കുക. ഇത് X ആണ്, ഇത് Y ആണ്, ഇത് Z ആണ്. ഒന്നുകൂടെ ഞാൻ വരക്കുന്നത് നോക്ക്. ഇതാരാ? X, ഇത് Y, ഇതാരാ? Z. ഇനി നോക്കടാ, ഇത് X, ഇത് Y, ഇതാരാ? Z. റെഡി ആണല്ലോ. ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്ന് ആലോചിക്കുക. നിങ്ങൾക്ക് PX ആണോ വേണ്ടത്? എങ്കിൽ X ആക്സിസിൽ ഒരു ഡംബൽ വരയ്ക്കുക. എന്നിട്ട് അതൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്താൽ മതിയടാ. അതൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് മക്കളെ PY ആണോ വേണ്ടത്? Y ആക്സിസിൽ ഒരു ഡംബൽ വരയ്ക്ക്. അതൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. എത്ര സിമ്പിളാടാ. ഇനി നിങ്ങൾക്ക് PZ ആണോ വേണ്ടത്? എങ്കിൽ Z ആക്സിസിൽ ഒരു ഡംബൽ വരയ്ക്കുക. അതൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. മക്കളെ, നിങ്ങൾക്ക് പറ്റില്ലേ? ഒന്ന് നിങ്ങളുടെ നോട്ടിൽ ഒന്ന് വരച്ച് നോക്കണേ. പേപ്പർ എടുത്തൊന്ന് പ്രാക്ടീസ് ചെയ്യണം. അപ്പോഴാണ് നീറ്റായിട്ട് നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ നിങ്ങൾക്ക് വരയ്ക്കാൻ കഴിയുക. പ്രശ്നമൊന്നും ഇല്ലാതെ വരയ്ക്കാൻ കഴിയുക. സംഭവം സിമ്പിളാണ്. ചെറിയൊരു പ്രാക്ടീസ് വേണമെന്നേ ഉള്ളൂ. 3 ഡംബലാ. എക്സിൽ ഡംബൽ വരച്ചാൽ PX, വൈയിൽ ഡംബൽ വരച്ചാൽ PY, സെഡിൽ ഡംബൽ വരച്ചാൽ PZ. അല്ലടാ, സിമ്പിൾ അല്ലേ ഇത്? കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? കൺഫ്യൂഷൻ ഒന്നും ഉണ്ടോ? ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. വെരി സിമ്പിൾ.
അപ്പോൾ എസ്സും നമ്മൾ വരച്ചു, അതേപോലെ പിയും വരച്ചു. ഇതിലേതെങ്കിലും ഒന്നാണ് ചോദിക്കുക. ഇനി ഡീൻ്റെ ഷേപ്പ് ഉണ്ട്, ഇതിലേക്ക് ഇപ്പം നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. കാര്യം ഓണം എക്സാമിന് നിങ്ങളോട് ഡി ചോദിക്കില്ല, 100% ഉറപ്പാണ്. അപ്പോൾ എസ് പഠിക്കുക, പി പഠിക്കുക. ഇനി ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, 1Sൻ്റെയും 2Sൻ്റെയും ഇടയിൽ ഒരു സ്പേസ് ഉണ്ട്, അതിനെ നോഡ് എന്നാണ് വിളിക്കുക എന്ന് പറഞ്ഞു. എന്താ മക്കളെ നോഡ് എന്ന് പറഞ്ഞാൽ? നോഡ് എന്ന് പറഞ്ഞാൽ 2 ഓർബിറ്റൽസിനിടയിലുള്ള സ്പേസാ. ആ സ്പേസിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? അവിടെ ഇലക്ട്രോൺസ് കാണപ്പെടാനുള്ള സാധ്യത എന്ന് പറയുന്നത് 0 അവിടെ ഇലക്ട്രോൺസ് കാണപ്പെടാനുള്ള സാധ്യത എന്ന് പറയുന്നത് 0 ഇലക്ട്രോൺസ് കാണപ്പെടാനുള്ള പ്രോബബിലിറ്റി എന്താടാ? 0 പ്രോബബിലിറ്റിയാ. എന്ന് പറഞ്ഞാൽ അവിടെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യപ്പെടില്ല? കാണപ്പെടില്ല എന്നർത്ഥം. അവിടെ ഇലക്ട്രോൺസ് കാണാനുള്ള സാധ്യത എന്താണ്? സാധ്യത 0 എന്ന് പറഞ്ഞാൽ അവിടെ ഇലക്ട്രോൺ എന്ത് ചെയ്യില്ല? കാണില്ല. ഇനി നോക്കൂ, ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കും. 2 ടൈപ്പ് നോഡുകളുണ്ട്. ഒരു നോഡിൻ്റെ പേര് റേഡിയൽ നോഡ് എന്നാണ്. ആ റേഡിയൽ നോഡിനെ തന്നെയാണ് നമ്മൾ സ്ഫെറിക്കൽ നോഡ് എന്ന് പറയാം. എന്താ മക്കളെ പറയാ? സ്ഫെറിക്കൽ നോഡ്. രണ്ടാമത്തെ നോഡിൻ്റെ പേര് ആങ്കുലാർ നോഡ് എന്നാ പറയാം. ആങ്കുലാർ നോഡ്. ഓക്കെ, ആങ്കുലാർ നോഡ്. എങ്ങനെയാ മക്കളെ റേഡിയൽ നോഡ് കാണുക? വെരി സിമ്പിൾ. റേഡിയൽ നോഡ് കാണാൻ അല്ലെങ്കിൽ സ്ഫെറിക്കൽ നോഡ് കാണാൻ n-l-1 ചെയ്താൽ മതി. ആങ്കുലാർ നോഡ് എപ്പോഴും L ആയിരിക്കും. ഇനി വേണമെങ്കിൽ ഒരു കാര്യം കൂടെ പറയാം, ടോട്ടൽ നമ്പർ ഓഫ് നോഡ്സ് അത് കാണാൻ n-1 ചെയ്താൽ മതി. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും മക്കളെ. നിങ്ങളോട് എക്സാമിന് ചോദിക്കുകയാണ് 4p ഓർബിറ്റൽ. ആ 4p ഓർബിറ്റൽ എത്ര റേഡിയൽ നോഡ് ഉണ്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യുക? n-l-1. ഇവിടെ n എത്രയാ? 4ാമത്തെ ഷെല്ല് 4, p സബ് ഷെൽ ആയതുകൊണ്ട് 1 1 സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2. അതിനകത്തുള്ള റേഡിയൽ നോഡ് എത്രയാ? 2 ആണ്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും കൂടെയാണ്. ഇനി ഇവിടെയുള്ള ആങ്കുലാർ നോഡ് എത്രയാടാ? ആങ്കുലാർ നോഡ് ഇസ് ഈക്വൽ ടു L എത്രയാ? 1. ടോട്ടൽ നമ്പർ ഓഫ് നോഡ് എത്രയാടാ? ടോട്ടൽ നോഡ്സ് എത്രയാ? ടോട്ടൽ നോഡ്സ് n-1 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 - 1 ഈസ് ഈക്വൽ ടു 3. നോക്കൂ, 2 റേഡിയൽ, 1 ആങ്കുലാർ, ടോട്ടൽ 3. റെഡിയാണോ? അപ്പം നോഡും എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്? ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന ഏരിയ ആണ്. അത് നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. പഠിക്കാതെ പോകരുത് കേട്ടോ മക്കളെ, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എസിൻ്റെയും പിൻ്റെയും ഷേപ്പ് നീറ്റായിട്ട് വരച്ച് പഠിക്കുക. നോഡ് കാണാനുള്ള ഇക്വേഷൻ മനസ്സിലാക്കുക. നോഡ് കണ്ടൊന്നും പ്രാക്ടീസ് ചെയ്ത് പോവുക. എക്സാം അടിപൊളിയാവും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.